എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടുകയും ആ ഒരു വേദിയിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ശേഷം ഒരു മറുപടി പറയുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് പറയേണ്ടത് എന്നത് തികച്ചും സാങ്കല്പികമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പുറത്തും മഴ, മനസ്സിനകത്തും മഴ. മുരളീധരൻ ചേട്ടൻ ഞാൻ വെറുതെ എഴുതിയിട്ട ഒരു ചെറിയൊരു സമയത്ത് തോന്നിയ ഒരു കവിത ഇവിടെ ചൊല്ലുകയുണ്ടായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, എന്തോ ഒരു ഫീൽ, എന്തെന്നില്ലാത്തൊരു അനുഭൂതി. കാരണം ഇന്നേ വരെ സ്വന്തമായിട്ട് എഴുതിയൊരു കവിത ഒരു വ്യക്തി ചൊല്ലി കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ, ഒരു പ്രതീക്ഷയില്ലാതെ. എൻ്റെ ഒരു കവിത തോരാമഴ എന്ന് പറഞ്ഞൊരു കവിത യൂട്യൂബിലടക്കം അടിച്ചു വന്നെങ്കിലും അത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന പോലെ ഒരു സംഭവം പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷ ഒന്നുമല്ല. മുന്നേ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു എന്താ പറയണ്ടേ, വേറൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഈ ട്യൂണ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്നുള്ള ഒരവസ്ഥയും ഒക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മുരളിയേട്ട, ഒരുപാട് സന്തോഷം വന്നതിനും കവിത ചൊല്ലിയതിനും. അപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്ന് ഈ ഒരു പരിപാടി ശ്രമിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു ചൂടാണ് 2 മണി മുതൽ നമുക്ക് ഇങ്ങോട്ട് അനുഭവപ്പെട്ടത്. അതിനുശേഷം ഈ ഒരു സമയം വരെ എത്തിയിരിക്കുന്ന സമയത്ത് കുളിർമഴ പെയ്തുകൊണ്ട് പുറത്ത് നമ്മളെ പ്രകൃതി പോലും അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരുടെ മനസ്സിൽ ടെൻഷനാണ്. കാരണം നേരത്തെ വീട്ടിൽ പോകണം എന്നുള്ള അവസ്ഥ, ഈ മഴയത്ത് എങ്ങനെ പോകും എന്നുള്ളൊരവസ്ഥ. എന്നിരുന്നാൽ പോലും ഒരുപാട് സന്തോഷം നൽകുന്ന ഒട്ടനവധിയായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് പാത്രീഭൂതരായിക്കൊണ്ട് എല്ലാവരും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിനെ അനുഗ്രഹീതമാക്കിയ എല്ലാ ആളുകളോടുമുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളെ ഇത്തരം രചനകൾ എഴുതി ശല്യപ്പെടുത്താൻ ഞാൻ ഉണ്ടാകും. അതിലെല്ലാം എന്നോട് സപ്പോർട്ടും അനുഗ്രഹവും എല്ലാ തിരുത്തലുകളും നൽകി സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.